എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കൊവാക്കി ആയിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ ഏറ്റെടുത്ത ഒരു വലിയ മിഷൻ അവനെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ പ്രിൻസസിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവന് ഒരുപാട് വിഷമം തോന്നും. കാരണം പ്രിൻസസ് ആയിരുന്നു അവിടെ വെച്ച് അവന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്. ഒരു മിഷൻ അപ്പുറത്തേക്ക് അവളോടൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് അത് കവാക്കി ക്രിയേറ്റ് ചെയ്തിരുന്നു. അവൻ ആ പഴയ മെമ്മറീസ് എല്ലാം തന്നെ ആലോചിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഹേമാവരി അവളങ്ങനെ ബാഗൊക്കെ ഇട്ട് ഒരുപാട് സാഡായി റൂമിന്റെ പുറത്തേക്ക് വരും. റൂം നോക്ക് ചെയ്ത് അവൾ കൊവാക്കിയോട് പറയും, കൊവാക്കി ഞാൻ അക്കാദമിയിലേക്ക് പോവാണെന്ന് പറയും. പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടാവില്ല. അടുത്ത നിമിഷം ഡോർ തുറന്ന് ബാഗൊക്കെ ഇട്ട് കൊവാക്കി പുറത്തേക്ക് വരും. നിന്നോടൊപ്പം ഞാനും അക്കാദമിയിലേക്കുണ്ട്. ഓൾറെഡി നമ്മുടെ ടൈമൊക്കെ ലേറ്റായി, എത്രയും വേഗം അക്കാദമിയിലേക്ക് പോകണമെന്ന് പറയും. ഹേമാവരിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. അവളങ്ങനെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ടീച്ചർ ആളാണെങ്കിൽ മെഡിക്കൽ ലീവ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഉഷാറായിട്ട് തിരികെ അക്കാദമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആങ്കോയും ഷെനോയും അവർ രണ്ടുപേരും ടീച്ചറിനെ സ്വീകരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ? ആ ഒരു വലിയ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് പറയും. അതിന് ടീച്ചറാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. എനിക്ക് ഏറ്റവും പ്രധാനം ഈ സ്റ്റുഡൻസ് ആണ്, അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഒരുപാട് ലേറ്റായാണ് പ്രിൻസസിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അവളെ തേടിയാണല്ലേ ആ അസാസിനേഴ്സ് അവരിവിടേക്ക് വന്നത്. എന്തായാലും കുഴപ്പമില്ല, അവരെല്ലാവരും ലോക്ക്ഡ് ആയല്ലോ. ലിറ്റിൽ പ്രിൻസസ് അവൾ ഹാപ്പിയായി തിരികെ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ് ടീച്ചറാണെങ്കിൽ ഇപ്പൊ ക്ലാസ്സിലേക്ക് നടക്കുകയാണ്. അതേസമയം ഇവിടെ പിങ്ക് പെണ്ണാണെങ്കിൽ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസുകളെ എല്ലാം അങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ടീച്ചർ ഒരുപാട് കാലത്തിന് ശേഷം തിരികെ എത്തുകയാണ്. സോ ടീച്ചർക്ക് ഒരു വാം വെൽക്കം കൊടുക്കണമെന്ന് പറഞ്ഞ് അവർ ബോർഡിലാണെങ്കിൽ വെൽക്കം ബാക്ക് എന്നൊക്കെ എഴുതി ഓരോ ഭാഗത്തായിട്ട് ഇപ്പൊ തോരണമൊക്കെ ഒട്ടിച്ചു വെക്കുകയാണ്. ഇവിടെ ചെമ്പമുടിയനാണെങ്കിൽ നമ്മുടെ പിങ്ക് പെണ്ണിന്റെ ചേഞ്ച് കണ്ട് ഭയങ്കര അത്ഭുതം. പിങ്ക് പെണ്ണാണെങ്കിൽ ഇപ്പൊ ഒരു കയറെടുത്ത് കൊവാക്കയുടെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിനക്ക് സിഗ്നൽ തരും, കറക്റ്റ് സമയത്ത് നീ കയറ് പിടിച്ച് വലിക്കണം. ആ സമയത്ത് ബോളിനകത്തുള്ള തോരണങ്ങൾ അത് പുറത്തേക്ക് വീഴുന്നു പറയും. ടീച്ചറാണെങ്കിൽ കറക്റ്റ് സമയം ക്ലാസ്സിലേക്ക് കയറി വരും. എല്ലാവരും ടീച്ചറിനെ വെൽക്കം ചെയ്യുകയാണ്. കൊവാക്കി ആണെങ്കിൽ ആ ബോളിൽ പിടിച്ച് വലിക്കും. അതങ്ങനെ പൊട്ടി വന്ന് തോരണങ്ങളൊക്കെ പുറത്തേക്ക് വീഴുകയാണ്. ടീച്ചർക്കാണെങ്കിൽ ആ കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം. എനിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്നു, നിങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞ് ടീച്ചർ ഹാപ്പി ആയിട്ട് നിൽക്കും. അതിനുശേഷം ടീച്ചറാണെങ്കിൽ എപ്പോഴത്തേതും പോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ അവസാനിപ്പിച്ചതിന് ശേഷം സ്റ്റാഫ് റൂമിലേക്ക് എത്തും. ഉടനെ ആങ്കോ ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ടീച്ചറിനോട് പറയും. പ്രിൻസസിന്റെ വില്ലേജിലുള്ള മിനിസ്റ്റർ ആളാണ് ഇതിനെല്ലാം കാരണക്കാരൻ. പ്രിൻസസിന്റെ പണവും സ്വത്തും അധികാരവും അത് നേടിയെടുക്കാനാണ് അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഏകദേശം പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തു എന്ന് പറയും. ടീച്ചറാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് അവളുടെ ഹോസ്പിറ്റൽ ബെഡിലേക്ക് വരും. സത്യത്തിൽ ഞാനൊരു ബിഗ് ഫെയിലിയർ ആണ്, എനിക്ക് എൻ്റെ കുട്ടികളെ പോലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ്, എനിക്കിതിൽ നന്നായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയം തോന്നുന്നു പറഞ്ഞ് അവൾ അങ്ങനെ സാഡായിട്ട് നിൽക്കും. അതിനുശേഷം ടീച്ചറാണെങ്കിൽ ആ തകർന്നു വീണ ബിൽഡിങ് അതിൻ്റെ അടുത്തേക്ക് വന്ന് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ടീച്ചറാണെങ്കിൽ ആ തകർന്നു വീണ മിറേഴ്സിൻ്റെ അടുത്തൂടെ പതിയെ നടക്കും. അപ്പൊ ആ മിററിൽ ടീച്ചറിന്റെ മുടിയാണെങ്കിൽ റെഡ് കളറിൽ ചേഞ്ച് ആവുകയാണ്. ഉടനെ കവാക്കി ആണെങ്കിൽ ടീച്ചറിന്റെ അടുത്തേക്ക് വരും. അവനെ കാണേണ്ട താമസം ടീച്ചറിന്റെ മെമ്മറിയിലേക്ക് ഇപ്പൊ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. ആക്ച്വലി അന്ന് കവാക്കിയായിട്ട് ഫൈറ്റ് ഇട്ടത് ടീച്ചർ തന്നെയാണ്. അവളുടെ മനസ്സിലേക്ക് ഇപ്പൊ ആ ബ്രോക്കൺ മെമ്മറീസ് അതൊന്നൊന്നായിട്ട് വരാനായിട്ട് തുടങ്ങും. അവൾ അങ്ങനെ പാനിക്കായി കൊവാക്കിയോട് ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ കടന്നു പോകും. കൊവാക്കിക്കാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. ടീച്ചറാണെങ്കിൽ മുൻപോട്ടേക്ക് ഉഷാറായിട്ട് ഓടും. അവൾ അങ്ങനെ ഓടെ പഴയ മെമ്മറീസ് എല്ലാം തന്നെ അവളുടെ മനസ്സിലേക്ക് വരികയാണ്. കൊവാക്കിയായിട്ട് ഫൈറ്റ് ചെയ്തത്, അവൾ പ്രിൻസസിനെ കൊല്ലാൻ ശ്രമിച്ചത്, അങ്ങനെ എല്ലാ മെമ്മറിയും. അവളാണെങ്കിൽ സ്പീഡിൽ ഓടി അവളുടെ വീട്ടിലേക്ക് വരും. അവിടെ ബുക്സ് ഒക്കെ ചെന്നി കിടക്കുകയാണ്. അവളാണെങ്കിൽ മുൻപിൽ കണ്ട ഒരു ഡോർ ഓപ്പൺ ചെയ്യും. അതിൽ ഒരുപാട് കത്തിയും ഷുരീങ്കണും ഹൂഡീസും മാസ്കുകളും ഒക്കെ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവളുടെ ഹെയർ പോലും ഡിഫറെന്റ് ആയിട്ടായിരിക്കും അവൾക്ക് ആ കണ്ണാടിയിൽ കാണാനായിട്ട് കഴിയുക. തുടക്കം മുതൽ ലാസ്റ്റ് ടൈം വരെ കവാക്കിയോട് ഫൈറ്റ് ചെയ്തത് അത് ഈ ടീച്ചറാണ്. അവളുടെ നിർദ്ദേശപ്രകാരമാണ് ആ അസാസിനേഴ്സ് അവരെല്ലാവരും അവിടേക്ക് എത്തിയത്. അവൾ ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓർത്തെടുക്കും. ടീച്ചറാണെങ്കിൽ മുൻപിലുള്ള ഒരു മിററിന്റെ അടുത്തേക്ക് വരികയാണ്. അവളുടെ റിയൽ ഫേസ് കണ്ട് ടീച്ചർ പേടിക്കും. ഇതൊക്കെ ചെയ്തത് ഞാനായിരുന്നു, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും. അടുത്ത നിമിഷം ആ മിററിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വരികയാണ്.
ടീച്ചറാണെങ്കിൽ നീ ആരാണ് ചോദിക്കും. അതിന് ആ മിറർ പറയും നീയാണ് ഞാൻ, ഞാനാണ് നീ. മിറർ ലേഡി ആണെങ്കിൽ ഇപ്പോ ടീച്ചറിനോട് ചോദിക്കും നിനക്ക് സത്യത്തിൽ നീ ആരാണെന്നും ഞാൻ ആരാണെന്നും ഓർമ്മയില്ലേ. അതിനാ ടീച്ചറാണെങ്കിൽ തീർത്തു പറയും സത്യമായിട്ടും എനിക്ക് നീ ആരാണെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. കവാക്കിയോട് ഫൈറ്റ് ചെയ്തതൊക്കെ അവനെ കണ്ടപ്പോഴാണ് ഒരു ബ്രോക്കൺ പീസസ് പോലെ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതിനാ മിറർ ലേഡി അവളുടെ രൂപം കാണിച്ച് ഇപ്പോൾ ടീച്ചറിനോട് സംസാരിക്കാൻ തുടങ്ങും. ഞാനാണ് നീ, നീയാണ് ഞാൻ. നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഇതിനോടകം ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. നിനക്ക് സ്ട്രെങ്ത് തരാനും ഒരുപാട് പേരെ കൊല്ലാനും നിന്നോടൊപ്പം ഞാനും കൂട്ടുനിന്നിട്ടുണ്ട്. നമ്മൾ രണ്ടും അസാസിനേഴ്സ് ആണ്. സോ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറാൻ പാടില്ല. നിന്റെ ഈ പ്രശ്നങ്ങൾ അതെത്രയും വേഗം നീ തന്നെ പരിഹരിച്ച് നമുക്ക് രണ്ടുപേർക്കും ഇനിയും ഒരുപാട് പേരെ ഇല്ലാതാക്കണമെന്ന് അവളങ്ങനെ തീർത്തു പറയാണ്. ടീച്ചർക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ആ മിറർ ലേഡി ആണെങ്കിൽ വീണ്ടും വീണ്ടും പറയും ലാൻഡ് ഓഫ് വാംബുവല മിനിസ്റ്റർ ആളാണ് നമ്മൾ രണ്ടുപേരെയും തെരഞ്ഞെടുത്തത്. ഇതിൽ നിന്നാണ് ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. എനിക്കൊരിക്കലും നിന്നെ വിട്ടു പോകാനായിട്ട് കഴിയില്ല. നീ എന്തൊക്കെ ശ്രമിച്ചാലും എന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല. രണ്ടുപേരും ഒന്നാണ്. നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊലപാതകങ്ങൾ അത് നിർത്താതെ ചെയ്തേ പറ്റൂ. ഒരു കാരണവശാലും അതിൽ നിന്ന് ഡൈവേർട്ട് ആവാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. വളരെ ചെറുപ്പത്തിൽ നമ്മളെ ലീഫ് വില്ലേജിലേക്ക് കയറിപ്പറ്റി അതിനുശേഷമാണ് നീ ടീച്ചർ ആവാനായിട്ട് ട്രെയിനിങ് എടുത്തത്. ഇതിൽ നിനക്കൊരു കാര്യം അറിയോ, നീ ടീച്ചർ ആയത് തന്നെ എൻ്റെ പ്രേരണയാലാണ്. ഞാനാണ് നിന്നെ ഒരു ടീച്ചറാക്കി മാറ്റിയത്. എൻ്റെ പ്ലാനുകളെല്ലാം തെറ്റിയത് ആ കൊവാക്കി കാരണമാണ്. ആദ്യമായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നവൻ അവൻ എനിക്ക് വേണ്ടി അവൻ്റെ ബോഡി ദാനമായിട്ട് തന്നു. ഉപയോഗിച്ചാണ് കൊവാക്കിയെ ഞാൻ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അവൻ അവിടുന്നും രക്ഷപ്പെട്ടു പോയി. മിറർ ലേഡി ആണെങ്കിൽ അടിച്ചു പറയും എൻ്റെ ലക്ഷ്യം അത് തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. നിന്നെയും അതിന് ഞാൻ അനുവദിക്കില്ല. നിന്നെ തകർത്ത് എൻ്റെ ബോഡി ഞാൻ ടേക്ക് ഓവർ ചെയ്യുന്നു പറഞ്ഞ് ആ മിറർ ലേഡി പുറത്തേക്ക് വന്ന് ടീച്ചറുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഫൈറ്റിനൊടുവിൽ ടീച്ചർ അങ്ങനെ കണ്ണ് തുറക്കുകയാണ്. അവരുടെ കണ്ണുകൾ ഇപ്പൊ റെഡായി മാറും. ആ മിറർ ലേഡി ടീച്ചറിന്റെ ബോഡി മുഴുവനായിട്ടും ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇപ്പൊ ബൊറൂട്ടോടെ വീട് കാണിക്കും. കൊവാക്കി ആണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ച് അങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. ഹീമാവരി കൊവാക്കിയുടെ അടുത്തേക്ക് വന്ന് ഡിന്നറിനായിട്ട് അവനെ വിളിക്കുകയാണ്. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അങ്ങനെ സാഡായിട്ടിരിക്കും. നിനക്ക് എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിനവൻ പറയും ആ അസാസിനേഷൻ ഇഷ്യൂ അത് ഇതുവരെ പൂർണ്ണമായിട്ടും തീർന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ ഇപ്പോഴും അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെനിക്ക് കണ്ടെത്തണം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ എല്ലാവരും ക്ലാസ്സിലേക്ക് വരികയാണ്. ഹാന ടീച്ചറുടെ ബോഡി അത് ടേക്ക് ഓവർ ചെയ്ത മിറർ ലേഡി ക്ലാസ്സിലേക്ക് വന്ന് കുട്ടികളെ വിഷ് ചെയ്യും. അപ്പോഴാണെങ്കിൽ ഒരു ബട്ടർഫ്ലൈ അവൾക്ക് നേരെ പറന്നു വരികയാണ്. അവൾ അതിനെ ക്യാച്ച് ചെയ്ത് അതിനെ കൈകൊണ്ട് ഞെരിക്കും. അതിനുശേഷം കുട്ടികൾ കൊടുത്ത ഫ്ലവർ അതെല്ലാം പിച്ച് ചീന്തി എറിഞ്ഞ് ക്ലാസ് ഒക്കെ അവസാനിപ്പിച്ച് അവിടുന്ന് കടന്നു പോവാണ്. ഇവിടെ കൊവാക്കിയും ഹേമാവരിയും അവർ രണ്ടുപേരും പ്രിൻസസിന്റെ അടുത്തേക്ക് വന്ന് പറയും നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ചുറ്റും ഇപ്പോഴും എന്തൊക്കെയോ അൺയൂഷ്വൽ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് പറയും. പ്രിൻസസിനാണെങ്കിൽ ഒന്നും തന്നെ പിടികിട്ടില്ല. അവള് തിരികെ ക്ലാസ്സിലേക്ക് എത്തി മറന്നു വെച്ചുപോയ എന്തോ ഒരു സാധനം കളക്ട് ചെയ്യാണ്. കട്ട് ചെയ്താ ഇപ്പൊ ക്ലാസ്സിന് പുറത്തായി ആ മിറർ ലേഡി അവളൊരു കത്തിയൊക്കെ എടുത്ത് ഇപ്പൊ പ്രിൻസസിനെ കൊല്ലാൻ അങ്ങനെ വരികയാണ്. അവളുടെ ബോഡിയിൽ തന്നെയുള്ള ടീച്ചറാണെങ്കിൽ അവളെ തടയാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം പ്രിൻസസ് ആണെങ്കിൽ ഡോർ തുറന്ന് പുറത്തേക്ക് വരും. പ്രിൻസസിനെ കാണേണ്ട താമസം ടീച്ചറാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് നിൽക്കുകയാണ്. ടീച്ചർ എന്തു പറ്റി, എന്താ ഇവിടെ നിൽക്കണേ ചോദിക്കും. അതിന് ടീച്ചറാണെങ്കിൽ ഒന്നുമില്ല, ഞാൻ എൻ്റെ ഒരു ബുക്ക് അതെടുക്കാൻ വന്നതാണെന്ന് മറുപടി പറയും. ആ മിറർ ലേഡി ആണെങ്കിൽ ഇപ്പൊ കത്തിയെടുത്ത് വീണ്ടും അവളെ കുത്താനായിട്ട് ടേൺ ചെയ്യുന്ന അടുത്ത നിമിഷം കൊവാക്കിയും ഹീമാവരിയും അവരവിടേക്ക് എത്തുകയാണ്. കൊവാക്കി ആണെങ്കിൽ ഇപ്പൊ പ്രിൻസസിനോട് പറയും നിന്നെ കൂട്ടി ഒരുമിച്ച് പോകാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ടീച്ചറാണെങ്കിൽ അവരെ കണ്ട് ആ കത്തി അങ്ങനെ ഹൈഡ് ചെയ്ത് പിടിക്കുകയാണ്. കൊവാക്കി താഴേക്ക് നോക്കും. മുഴുവൻ ബ്ലഡ് അങ്ങനെ തുളുമ്പി കിടക്കുകയാണ്. കൊവാക്കി കാര്യം അന്വേഷിക്കും. അതിന് ടീച്ചറാണെങ്കിൽ ഒന്നുമില്ല, ഞാൻ കുണോയി മാറിയെടുത്തു, സ്വാബദ്ധത്തിൽ എൻ്റെ കൈ മുറിഞ്ഞതാണെന്ന് പറയും. പിന്നെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പ്രിൻസസുമായിട്ട് അവിടുന്ന് കടന്നു പോവും. കട്ട് ചെയ്താ ഇവിടെ ആ മിറർ ലേഡി അവളാണെങ്കിൽ ഇന്നർ മൈൻഡിൽ ഇപ്പൊ ആ ടീച്ചറിനെ അങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും നീ എൻ്റെ വഴിയിൽ ഒരു വിലങ്ങുതടിയായി മാറാൻ പാടില്ല. അങ്ങനെ കട്ട് ചെയ്ത പ്രിൻസസും ഹീമാവരിയും അവരങ്ങനെ മുൻപിൽ നടന്നു പോകുമ്പോൾ കൊവാക്കി അവനാണെങ്കിൽ തന്നെ നോക്കി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.